നമസ്കാരം. പഴയ വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകൾക്ക് ഇനി ഡൽഹിയിൽ മുട്ടൻ പണിയാണ് കിട്ടാൻ പോകുന്നത്. 10 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്കും 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങൾക്കും ജൂലൈ 1-ാം തീയതി മുതൽ ഡൽഹിയിൽ ഇന്ധനം നൽകില്ല. ഏത് സംസ്ഥാനത്താണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് പരിഗണിക്കാതെ ഡൽഹിയിലുടനീളമുള്ള പെട്രോൾ പമ്പുകളിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. തലസ്ഥാനത്തെ വാഹന മലിനീകരണം പരിഹരിക്കുന്നതിനുള്ള നിർണായക നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ നീക്കം. കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെൻറ്റ് പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് ജൂലൈ 1 മുതൽ ഡൽഹി സർക്കാർ എൻഡ് ഓഫ് ലൈഫ് വാഹനങ്ങൾക്ക് ഇന്ധനം വിൽക്കുന്നത് പൂർണ്ണമായും നിർത്തിവെക്കുന്നത്. പഴയ വാഹനങ്ങളിൽ നിന്നുള്ള മലിനീകരണം നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഈ നിയന്ത്രണം നവംബർ 1-ാം തീയതി മുതൽ ഗുരുഗ്രാം, ഫരീദാബാദ്, ഗാസിയാബാദ്, ഗൗതം ബുദ്ധ് നഗർ, സോനേപത് എന്നീ മറ്റ് NCR മേഖലകളിലേക്കും 2026 ഏപ്രിൽ 1 മുതൽ NCRൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്കും ഘട്ടം ഘട്ടമായി വ്യാപിപ്പിക്കും. ഈ സംരംഭത്തിൻ്റെ ഭാഗമായി പമ്പുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നിഷൻ ക്യാമറകൾ വാഹനങ്ങൾ പ്രവേശിക്കുമ്പോൾ സ്കാൻ ചെയ്യുകയും ചെയ്യും. ഇവ വാഹൻ ഡാറ്റാബേസുമായി ബന്ധിപ്പിച്ചിട്ടുമുണ്ട്. ഇത് 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങളുടെയും 10 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങളുടെയും തൽക്ഷണം തിരിച്ചറിയുകയും ചെയ്യും. വാഹനം ഫ്ലാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ധനം പമ്പ് ഓപ്പറേറ്റർക്ക് ഒരു അലേർട്ടും ലഭിക്കും. അത്തരം വാഹനങ്ങൾക്ക് ഇന്ധനം നിഷേധിക്കപ്പെടുകയും ചെയ്യും. ഡൽഹിയിലെ 500 പമ്പുകളിൽ 485 എണ്ണത്തിലും ഇതിനകം ANPR ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുണ്ട് എന്നും ഉടൻ തന്നെ പൂർണ്ണ കവറേജ് ലഭിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. അഥവാ നിയമം ലംഘിക്കുന്നതായി കണ്ടെത്തിയാൽ ഇന്ധന പമ്പുകൾക്കെതിരെ നിയമപ്രകാരം നടപടിയെടുക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്.